ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബ്രാൻഡിങ്. ഇത് പേഴ്സണൽ ബ്രാൻഡിങ് ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മളൊരു കസ്റ്റമറെ മുന്നിൽ എത്തുന്നത് നമ്മളൊരു മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കസ്റ്റമർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ പേര് അയാളുടെ മുന്നിൽ വരണം. അതിനുവേണ്ടി നമ്മൾ കൃത്യമായ ബ്രാൻഡിങ് ചെയ്തിരിക്കണം. വി ഹാവ് ടു മാർക്കറ്റ് അവർ സെൽഫ്. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിലൂടെ ചെയ്യാം. ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ നമുക്ക് എത്ര നോളജ് ഉണ്ടെന്നുള്ള കാര്യമല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എത്ര കാര്യങ്ങൾ അറിയാമെന്നുള്ള കാര്യം കസ്റ്റമറെ അറിയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗ് ഈസ് എവറിത്തിങ്. കാരണം ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അയാൾക്ക് കുറേ സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ, ഇപ്പോൾ AI ടൂൾസിലൂടെ ഒക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ കാര്യങ്ങൾ നമ്മളിലൂടെ അയാൾക്ക് അറിയുമ്പോൾ മാത്രമേ നമുക്ക് ബിസിനസ് വരുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ്ങിന് നമ്മൾ ഈ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യാം, അതുപോലെ സോഷ്യൽ മീഡിയാസിൽ, അതുപോലെ ഫേസ്ബുക്ക് യൂസ് ചെയ്യാം, വാട്സപ്പ് യൂസ് ചെയ്യാം. ഇപ്പോൾ വാട്സപ്പ് ചാനലുണ്ട്. അങ്ങനെ പല സോഴ്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ തന്നെ കൃത്യമായിട്ട് ബ്രാൻഡിങ്ങിലൂടെ നമ്മൾ കസ്റ്റമർ മുന്നിൽ എത്തുക എന്നുള്ളതാണ്. ബ്രാൻഡിങ് മേക്സ് ദ റീകോൾ വാല്യൂ. നമുക്ക് എല്ലാവർക്കും ഒരു വാല്യൂ ഉണ്ടാകും. അപ്പോൾ കസ്റ്റമർ മുന്നിൽ റീകോൾ വാല്യൂ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കുറേ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടാകും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. യു ഹാവ് ടു ഫോക്കസ് ഓൺ ഇറ്റ്. താങ്ക് യു വെരി മച്ച്.